വെൽക്കം ബാക്ക്. നമുക്ക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡ്രോയിങ്ങിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നമ്മൾ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി, നമ്മൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻസ്ട്രുമെന്റ് ബോക്സിലുണ്ടാവുന്ന ഐറ്റംസ്, അതിൽ ഡിവൈഡറും അതേപോലെ കോമ്പസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് വരുന്നത് ബോ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ബോ ഇൻസ്ട്രുമെന്റ്സ്. ബോ ഇൻസ്ട്രുമെന്റ്സ് പറഞ്ഞാൽ അവ ചെറുതായിരിക്കും. അവ നമ്മൾ ഐഡന്റിക്കൽ ആയിട്ടുള്ള സർക്കിൾസ് വരയ്ക്കാനും അതേപോലെ ലെങ്ത് ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് പ്രധാനമായിട്ട് ബോ കോമ്പസ്, അതേമാതിരി ബോ ഡിവൈഡർ രണ്ടുമാണുള്ളത്. അതേപോലെ അത് ഇങ്ക് ചെയ്യാൻ ഉള്ള ഉപകരണങ്ങളുണ്ട്, ഇങ്കിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഉപകരണങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ബോ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫിഗർ നോക്കിയാൽ കാണാം, ഇതില് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് ഇതിന്റെ ഈ രണ്ട് ഭാഗങ്ങളും, അതായത് ഇപ്പോൾ കോമ്പസ് ആണെങ്കിൽ അതിന്റെ ഷാർപ്പ് എഡ്ജും നമ്മൾ പെൻസിൽ ഫിറ്റ് ചെയ്യുന്ന ഭാഗവും നമ്മൾ ആ ഡിസ്റ്റൻസ് കറക്റ്റ് ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു നട്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു വീൽ, ആ രീതിയിൽ ആ മൂവ്മെന്റ് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് കറക്റ്റ് ഡിസ്റ്റൻസിൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അതേ അളവിൽ അവിടെ നിന്നോളും, അളവ് മാറില്ല. അപ്പൊ ഒരേ തരത്തിലുള്ള അളവുകളെ നമ്മൾക്ക് കുറെ സർക്കിൾസ് വരയ്ക്കണം, ഒരേ അളവിലുള്ളവ. അപ്പൊ ഒരിക്കൽ ഇതിൽ അളവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ വരച്ചു പോയാൽ മതി, അതിന് സൗകര്യം. ഇപ്പൊ ഏതാണ്ട് 25 mm റേഡിയസ് വരെയുള്ളവ വരയ്ക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. Bow pencil and bow pen compass are used for drawing circles of approximately 25 mm radius ആണ് പറയുന്നത്. ഇത് വളരെ വലുതിന് ഇത് പറ്റില്ല. ചെറിയ സർക്കിൾസ് ഒരേ അളവിലുള്ളവ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. Then bow divider is used for marking or dividing smaller spaces. ചെറിയ അളവുകളെ മാർക്ക് ചെയ്യാൻ ഡിവൈഡ് ചെയ്യാനുമാണ് നമ്മൾ ബോ ഡിവൈഡർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് ബോ ഇൻസ്ട്രുമെന്റ്സ് മേ ഹാവ് അഡ്ജസ്റ്റിംഗ് വീൽ ആൻഡ് നട്ട്. അപ്പോൾ അത് അതേപോലെ ഇങ്കിങ്ങിന് നമ്മൾ ഇങ്ക് ചെയ്യുമ്പോഴുള്ള ഉപകരണങ്ങളും ഇതേപോലെ തന്നെ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇൻസ്ട്രുമെന്റ് ബോക്സിൽ അടുത്ത് വരുന്നത് ലെങ്തനിങ് ബാർ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോമ്പസ് ഉപയോഗിക്കുന്നതാണ് ലെങ്തനിങ് ബാർ എന്നുള്ളത്. വലിയ സർക്കിൾസ് എല്ലാം വരയ്ക്കാൻ വേണ്ടിയിട്ട് കോമ്പസിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു ചെറിയ കാല്, അതാണ് നമ്മൾ ലെങ്തനിങ് ബാർ എന്ന് പറയാം. ഇതുവരെ നോക്കിയാൽ കാണാം. ഇത് നമ്മൾ ഈ കോമ്പസിൽ അത് ഫിറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവൈഡ് ചെയ്തൊരു പോർഷൻ ഉണ്ടാവും. ആ പോർഷനിലേക്ക് ഇത് നമ്മൾ കയറ്റി വെക്കുകയാണ് ചെയ്യുക. കയറ്റി വെച്ച് ടൈറ്റ് ചെയ്യും. അത് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യും. എന്നിട്ട് ഇതിൽ നമ്മൾ പെൻസിൽ ഇൻസെർട്ട് ചെയ്യും. അതാണ് ലെങ്തനിങ് ബാർ എന്ന് പറയും. ഇനി അടുത്ത് വരുന്നത് സ്ക്രൂ ഡ്രൈവർ. സ്ക്രൂ ഡ്രൈവർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാം അറിയാം. സ്ക്രൂ ടൈറ്റ് ചെയ്യാനുള്ള സാധനമാണ് സ്ക്രൂ ഡ്രൈവർ. അത് ഈ കോമ്പസിനും അതേപോലെ ഡിവൈഡറിന്റെയും മുകളിലെല്ലാം ആയിട്ടുള്ള സ്ക്രൂസ് ഉണ്ടായിരിക്കും. അത് ലൂസ് ആകുമ്പോൾ ആ കറക്റ്റ് ആയിട്ടുള്ള ടൈറ്റ്നസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് സ്ക്രൂ ഡ്രൈവർ. ഓക്കെ, പിന്നെ വരുന്നത് ഇങ്കിങ് പെൻ ഓർ ലൈനർ റൂളിംഗ് പെൻ. Used to ink the straight lines drawn with the instruments and പിന്നെ ലെറ്ററിങ്ങിലും. അത് ഇങ്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഡ്രോയിങ് വരയ്ക്കുമ്പോൾ പെൻസിൽ കൊണ്ട് വരച്ചു കഴിഞ്ഞാൽ അത് മാഞ്ഞു പോകും എന്തായാലും. അപ്പൊ നമ്മൾ അതിന്റെ മുകളിലൂടെ നിറം കൊടുക്കും മഷി ഉപയോഗിച്ചിട്ട്. അതിനുള്ള ഉപകരണങ്ങളാണ് ഇങ്കിങ് പെന്നുകളൊക്കെ. അപ്പോ ഇപ്പൊ ഒന്നും നമ്മൾ അതൊന്നും അധികം ഉപയോഗിക്കുന്നില്ല. കാരണം നിങ്ങൾ പിന്നെ നമുക്ക് ഇത് വരുന്നുണ്ട്. അതായത് ഇത് നമ്മൾ ഒരു പഴയ രീതിയിൽ എന്ന് പറയുമ്പോൾ, നമ്മൾ ഒരു ഡ്രോയിങ് വരച്ചു കഴിഞ്ഞാൽ അത് ഇങ്ക് ചെയ്തിട്ട് അതിനെ നമ്മൾ പിന്നെ അമോണിയ പ്രിന്റിലേക്ക് എല്ലാം കൺവേർട്ട് ചെയ്ത് അതിനെ നമ്മൾ പ്രിസർവ് ചെയ്യാറ്. അപ്പോൾ ആ പ്രിന്റിൽ എടുക്കുമ്പോൾ നമുക്ക്
അതിലേക്കെല്ലാം കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇങ്കിങ് ഒരു നിർബന്ധമാണ്. പെൻസിൽ കൊണ്ട് വരച്ച പോലെ പെന്ന് കൊണ്ട് വരയ്ക്കാം. അപ്പോൾ അതിനുപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇങ്കിങ് പെന്നുകളൊക്കെ. ഇപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഓട്ടോകാഡിലേക്കെല്ലാം ഡ്രോയിങ് മാറിയപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒന്നും ഉപയോഗങ്ങൾ നമുക്ക് വളരെ കുറവാണ്. എന്നാലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, വട്ടത്തിലൂടെ ചാടി ചാടി തന്നെയാണ് നമ്മൾ വട്ടമില്ലാതെ ചാടാൻ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം കറക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയറിൽ എങ്ങനെയൊക്കെ വരയ്ക്കണമെന്ന് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഓട്ടോകാഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, കാരണം ഡ്രോയിങ് എങ്ങനെ വരയ്ക്കണം എന്നറിയാത്ത ഒരാൾക്ക് ഓട്ടോകാഡ് ഉപയോഗിച്ചിട്ടും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ മാനുവലി വർക്ക് അറിയുന്ന ആൾക്ക് തന്നെ ഓട്ടോകാഡിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ ഉപകരണങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് കണ്ടു കഴിഞ്ഞാൽ അതിൽ ഉപകരണങ്ങളെല്ലാം കാണുമ്പോൾ ഏതൊക്കെയാണ് എന്നുള്ളതിന്റെ ഒരു ഐഡിയ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഇങ്കിങ് പെൻസ് വരുന്നുണ്ട്. അതേപോലെ ലെഡ് കേസ്, ഇത് ഒന്നുമില്ല, നമ്മൾ ഈ പെൻസിലെല്ലാം ഇടുന്ന ലെഡ് ഇട്ട് വെക്കാനുള്ള ചെറിയൊരു പെട്ടി, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി വരുന്നത് ഞങ്ങൾക്കറിയാം പിന്ന്, ക്ലിപ്പ്, സെലോ ടാപ്പ്. ഇപ്പം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ഡ്രോയിങ് ബോർഡില് ഈ ഡ്രോയിങ് പേപ്പർ നിർത്താൻ വേണ്ടിയിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുന്ന പിന്നുകളാണിത്, ഡ്രോയിങ് പിൻസ്. അല്ലെങ്കിൽ അതിന് പകരം നമ്മൾ ക്ലിപ്പുകൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ സെലോ ടാപ്പ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യും, അത് ഫിക്സ് ചെയ്ത് വെക്കും. അത് ഡ്രോയിങ് പേപ്പർ, ഡ്രോയിങ് ഷീറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇവയെല്ലാം. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് ഡ്രോയിങ് പേപ്പറാണ്. ഈ ഡ്രോയിങ് പേപ്പറിനെ പറ്റി നമുക്ക് ഒരു ക്ലാസ് എന്തായാലും വേണം. തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇതിന്റെ ടൈമിൽ നമുക്ക് തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഫ്രഷ് ആയിട്ട് നമുക്ക് അടുത്ത ഒരു ക്ലാസ് ഡ്രോയിങ് ഷീറ്റിനെ പറ്റി ചെയ്യാം. ക്ലാസ് തന്നെ തീരെ സംശയമാണ്, എന്തായാലും നോക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഡ്രോയിങ് ഷീറ്റിനെ പറ്റി ഞാൻ പറയാം. ഓക്കെ, ബൈ.